സ്കൂളില്ലാത്ത ദിവസം ഭയങ്കര റിലാക്സിങ് ഡേ തന്നെയാണ്. കാരണം രാവിലത്തെ ആ ഒരു ഒച്ചപ്പാടും ബഹളങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ നമ്മുടെ വറ്റൽമുളക് എടുത്ത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് കൃഷിത്തോട്ടത്തേക്ക് ഇറങ്ങി. അവിടെ ഇതാ ഒരു 4, 5 കോവയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. കോവയ്ക്ക ഫ്രൈ എൻ്റെയും മക്കളുടെയും ഫേവറേറ്റ് ഐറ്റം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവനൊന്ന് മെല്ലെ പൊട്ടിച്ചെടുത്തു. പിന്നെയുള്ളത് പച്ചപ്പയറാണ്. അതും കുറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കൃഷിയുടെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അപ്പോൾ എനിക്ക് ഈ മുടക്ക് ദിവസങ്ങളിലാണ് ജസ്റ്റ് ഒന്ന് ഈ പറമ്പിലേക്കൊന്ന് ഇറങ്ങാൻ ഞാൻ ഇറങ്ങലുള്ളൂ സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചപ്പയറൊക്കെ ഒന്ന് പൊട്ടിച്ചു. പിന്നെ ഞാൻ വണ്ടടിച്ച് നിന്നത് നമ്മുടെ കുമ്പളങ്ങ കണ്ടിട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള കുമ്പളങ്ങയാണ്. അതാണെങ്കിലോ അമ്മ പറഞ്ഞു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ടെന്ന്. ഞാനാണെങ്കിൽ അവനിങ്ങനെ തപ്പി നടക്കുക. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ആത്തയുടെ മുകളിൽ ഇത്രയും വലിയ കുമ്പളങ്ങ നിൽക്കുന്നത് കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു നാണക്കേട് തോന്നി. കാരണം ഇത്രയും വലിപ്പമുള്ളൊരു സാധനം ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ ഉണ്ടായത് നമ്മുടെ കുടപ്പുളിയാണ്. ഇവനെ വെട്ടണോ വേണ്ടോ എന്നിങ്ങനെ അനിശ്ചയത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ വർഷം അവൻ പൂവിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവനുണ്ടായിട്ടുണ്ട്. അവനങ്ങനെ പഴുത്ത് തുടങ്ങി നിൽക്കുന്നുണ്ട്. ചിലത് നിലത്ത് വീണ് കിടക്കുന്നതും കാണാം. ഇവനെ നമ്മൾ ഡയറക്റ്റ് മീൻ കൂട്ടാനിൽ വെക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം.